ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വന്ന ചില സ്ഥലം മാറ്റം, ചില സ്ഥാനക്കയറ്റം സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ചില വിവാദ നിയമനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിൽ കടുത്ത നടപടി എത്രയും വേഗം ഉണ്ടാവണം, ഇത്തരക്കാരെ നിയമിക്കാൻ പാടില്ല. ഇനി അങ്ങനെ നിയമനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കൂടി പങ്കുണ്ടെന്ന് കരുതി സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി കെ മുരളീധരൻ നൽകിയിരുന്നു. ഇപ്പോൾ കെ ജികുമാർ പറയുന്നത് 20 നിയമനങ്ങൾ ഭേദഗതി ചെയ്യുമെന്നുള്ളതാണ്. പ്രതീഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പ്രതീഷ്, അപ്പോൾ വിശദമായി തന്നെ ചർച്ച നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ചർച്ചയായത്, എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഉത്തരവുകൾ പുനഃപരിശോധിക്കുമെന്നാണല്ലോ പ്രതീഷ്. ഷിഹാസ്, തീർച്ചയായും നേരത്തെ പുറത്തിറങ്ങിയ ദേവസ്വം ബോർഡിന്റെ 75 ഈ നിയമന ഉത്തരവുകൾ, ആ ഉത്തരവാണ് വിവാദമായിട്ടുള്ളത്. അതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനുൾപ്പെടെ സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടായിരുന്നു ആ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നത്. അതിന് പിന്നാലെ ദേവസ്വം മന്ത്രി തന്നെ നേരിട്ട് അതൃപ്തി അറിയിക്കുകയും രേഖാമൂലം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈമാറുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തുകയും 75 നിയമനങ്ങളിൽ 20 നിയമനങ്ങൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 20 നിയമനങ്ങൾ ഭേദഗതി ചെയ്യും എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആരുടെയും പേര് എടുത്തു പറയാതെ ഇപ്പോൾ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ ആരോപണ വിധേയനായ ശ്യാമിന്റെ പേരുൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നില്ല. അത് ഉത്തരവിറങ്ങുമ്പോൾ മനസ്സിലാകുമെന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി. പക്ഷേ മന്ത്രിയുടെ കൂടി ഇടപെടൽ, ആ ഒരു സമ്മർദ്ദത്തിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ആ ഉത്തരവിൽ ദേവസ്വം ബോർഡ് ഒരു പുനഃപരിശോധന നടത്തിയിരിക്കുന്നത്. അങ്ങനെ 20 നിയമനങ്ങളാണ് നിലവിൽ ഭേദഗതി ചെയ്തിരിക്കുന്നത്. നിലവിൽ എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ അവിടെ ക്ലർക്കായിരുന്ന വ്യക്തിയായിരുന്നു ശ്യാമ. പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലാണ് ശ്യാമിന് വീണ്ടും നിയമനം നൽകിയത്. ഇതാണ് വലിയ വിവാദത്തിന് വഴിതെളിച്ചത്. ഒപ്പം ഈ വൈക്കം ക്ഷേത്രത്തിൽ ഈ ചില ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥനെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചു. ഇതും വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതാണ് പ്രധാനമായും ഇത്തരത്തിൽ ആ ഉത്തരവ് തന്നെ പുനഃപരിശോധിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ കൂടി ഭാഗമായി ഇപ്പോൾ 20 നിയമനങ്ങൾ ഭേദഗതി ചെയ്തിരിക്കുന്നു എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഉറപ്പായും മന്ത്രി ഇടപെട്ട പശ്ചാത്തലത്തിൽ ശ്യാമിനും ഒപ്പം ആ വിജിലൻസ് ഓഫീസർക്കും ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തു വരും. അതോടുകൂടി തന്നെ കൂടുതൽ വ്യക്തത വരും. മാത്രമല്ല, ഇന്ന് ദേവസ്വം മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും ഇത്തരത്തിലൊരു പുനഃപരിശോധന വേണമെന്നുള്ള ഒരു ശക്തമായ നിലപാട് തന്നെയാണ് കെ മുരളീധരൻ സ്വീകരിച്ചത്. കാരണം അത്തരത്തിലൊരു പുനഃപരിശോധന നടത്തിയില്ലെങ്കിൽ നിലവിലെ ദേവസ്വം ബോർഡും കളങ്കിതരാണ് എന്ന് കരുതേണ്ടി വരുമെന്നുള്ള ഒരു പ്രതികരണം കൂടി ദേവസ്വം മന്ത്രിയുടെ കൂടി ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡിന്റെ നിർണായകമായ യോഗം അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് ഈ SIT ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം ഒരാളെ കുറ്റക്കാരനായി കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, കൃത്യമായി നോംസുകൾ, ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു ആരോപണ വിധേയനെന്ന പേരിൽ ആരെയും താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല എന്നുള്ള നിലപാട് കൂടി കെ ജയകുമാർ വളരെ ഷാർപ്പായി തന്നെ ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില ഉദ്യോഗസ്ഥർ, ഈ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ നിയമനത്തിൽ ചില അതൃപ്തികൾ, പരാതികൾ അറിയിച്ചിട്ടുണ്ട്. കാരണം അവർ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് നിയമനം നൽകിയില്ല. ഒപ്പം അത്തരത്തിൽ ചില ഈ സീനിയോറിറ്റി ഉൾപ്പെടെ പാലിച്ചില്ല എന്നുള്ള ചില പരാതികൾ, ആക്ഷേപങ്ങൾ ഈ വകുപ്പിലെ തന്നെ ജീവനക്കാർ, ബോർഡിലെ തന്നെ ജീവനക്കാർ ഉന്നയിച്ചു. അതിന്റെ കൂടി ഭാഗമായാണ് അത്തരത്തിലൊരു പുനഃപരിശോധനയിലേക്ക് ബോർഡ് പോയത് എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ മന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ്. പക്ഷേ അത് നിഷേധിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിച്ചത്. കാരണം ഒരാളെ ചോദ്യം ചെയ്തുകൊണ്ട് അയാൾ കുറ്റക്കാരനാകില്ലല്ലോ. വളരെ ഗൗരവത്തിൽ തന്നെ ദേവസ്വം ബോർഡും ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയുടെ അതൃപ്തി കൃത്യമായി തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വിവാദ നിയമനങ്ങളിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ